മൊത്തത്തിൽ പ്രശ്നമാണല്ലോ. തെഹ്രീകെ താലിബാൻ, പറഞ്ഞ ബലൂചിസ്ഥാൻ മേഖല, സിന്ധ് മേഖല, അവിടെ പല പ്രവിശ്യകളിലും ഈ പറയുന്നത് പോലെ പ്രവിശ്യകൾ സ്വതന്ത്രമാക്കുന്നതിന് വേണ്ടി ആഭ്യന്തര കലകം നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധം നമ്മൾ പറയുന്നത് പോലെ സംഘർഷം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ POK അത് ജൻസി കലാപം പോലെയായി, അടിച്ചമർത്താൻ പറ്റാത്ത രീതിയിലേക്ക്. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്ത അത് അടങ്ങിയിട്ടൊന്നുമില്ല. പാകിസ്ഥാൻ വലിയ തലവേദനയാണ്, പാകിസ്ഥാനോട് അടിച്ചമർത്തുന്നു. പക്ഷെ അടിച്ചമർത്തുന്നതിനെ മറികടന്ന് അവിടുത്തെ ആൾക്കാർ വരുന്നു. അപ്പോൾ POKയ്ക്ക് ശേഷം സിന്ധു മേഖല, ഇന്നലെ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന അതാണ്. ആ പ്രദേശത്ത് നാഗരികമായിട്ട് ഇന്ത്യയുമായിട്ട് പാകിസ്ഥാനുമായിട്ട് പൊരുത്തപ്പെടത്തില്ല, ഇന്ത്യയുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്ന ഒരവസ്ഥയാണ്. പാകിസ്ഥാനിലെ അല്ലെങ്കിൽ പാകിസ്ഥാന്റെ രീതികളോട് പൊരുത്തപ്പെടാൻ താല്പര്യമില്ലാത്ത ആൾക്കാരാണ് അവിടെ വലിയ വലിപ്പത്തിലുള്ള, അവിടെ ഹിന്ദു ഭൂരിപക്ഷമുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാണ്. അവിടുത്തെ പ്രദേശത്ത് അവരോട് താല്പര്യമില്ല, അല്ലെങ്കിൽ അവരോട് പ്രശ്നങ്ങളുണ്ട്. അവിടെ വലിയ നാൾക്ക് വളരെ ഒരു കൊല്ലം മുമ്പ് അവിടെ പ്രശ്നം നടന്നിരുന്നപ്പോൾ അവിടുത്തെ പാകിസ്ഥാൻ പ്രസിഡന്റിന്റെ മകളെയൊക്കെ വണ്ടിയിൽ നിറക്കി ഓടിക്കുകയൊക്കെ അറിയത്തില്ലേ, അത് സിന്ധു മേഖലയാണ്. അപ്പൊ അത്രയ്ക്ക് സംഘർഷമാണ്. അപ്പൊ പാകിസ്ഥാൻ, നമ്മുടെയൊക്കെ ഒരു പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ വരുന്നതിന്റെ 7 ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുമോ? അപ്പൊ അതാണ്